നമസ്കാരം, ഞാൻ അഖിൽ. വർഷം 2008 ഏപ്രിൽ 15 പുലർച്ചെ 1:30 ഉത്തർപ്രദേശിലെ അമ്രോഹ എന്ന കുഞ്ഞു ഗ്രാമത്തിലെ ഗ്രാമവാസികൾ ഒരു പെൺകുട്ടിയുടെ നിലവിളി കേട്ടുകൊണ്ടാണ് ഉറക്കമുണർന്നത്. അവർ ആ നിലവിളി കേട്ട സ്ഥലത്തേക്ക് ഓടിച്ചെന്നു. അത് തങ്ങൾ മാസ്റ്റർജി എന്ന് വിളിക്കുന്ന ഷൗക്കത്ത് അലിയുടെ വീടായിരുന്നു. ഷൗക്കത്ത് അലി ആ നാട്ടിലെ ഒരു പ്രമാണിയായിരുന്നു, വിദ്യാസമ്പന്നനായിരുന്നു. അദ്ദേഹത്തെ എല്ലാവർക്കും വളരെയധികം ബഹുമാനവുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ മൂത്ത മകൾ ഷബ്നം അലിയായിരുന്നു അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ടെറസിൽ നിന്നും നിലവിളിച്ചുകൊണ്ടിരുന്നത്. എല്ലാവരും ആ പെൺകുട്ടിയോട് ചോദിച്ചു എന്താണ് ഉണ്ടായത് എന്ന്. അപ്പോഴും ആ പെൺകുട്ടി ഒന്നും പറയുവാൻ തയ്യാറായില്ല. വീണ്ടും വീണ്ടും ആ പെൺകുട്ടി പറഞ്ഞുകൊണ്ടിരുന്നത് അവർ എന്നെ ഉപദ്രവിക്കും, എൻ്റെ വീട്ടിലുള്ള എല്ലാവരെയും അവർ കൊന്നു എന്നായിരുന്നു ആ പെൺകുട്ടി പറഞ്ഞുകൊണ്ടിരുന്നത്. ഗ്രാമവാസികൾ ഞെട്ടിപ്പോയി. ഗ്രാമവാസികൾ ആ പെൺകുട്ടിയോട് ചോദിച്ചു എന്താണുണ്ടായത്, കതക് തുറക്കുക എന്ന്. അപ്പോൾ ആ പെൺകുട്ടി വളരെയധികം പരിഭ്രമിച്ചും പേടിയോടുകൂടിയും ആ കതക് തുറന്നു ഉള്ളിൽ കയറിയ ഗ്രാമവാസികൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. കാരണം 7 പേർ മരിച്ചു കിടക്കുന്ന നിലയിലായിരുന്നു ആ കുടുംബത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്നത്. ഗ്രാമവാസികളിൽ ചിലർ പെട്ടെന്ന് തന്നെ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം അറിയിച്ചു. RP ഗുപ്ത എന്ന പോലീസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പെട്ടെന്ന് തന്നെ ആ വീട്ടിലേക്ക് വരികയും ചെയ്തു. ക്രൈം സീൻ കണ്ട പോലീസ് ഉദ്യോഗസ്ഥർക്ക് ആദ്യം മുതലേ ചില സംശയങ്ങളുണ്ടായിരുന്നു. കാരണം മൃദുശരീരങ്ങൾ കാണപ്പെട്ട സ്ഥലത്ത് മൽപ്പിടുത്തം നടന്നതിൻ്റെ യാതൊരുവിധ ലക്ഷണങ്ങളുമില്ലായിരുന്നു. അതുമാത്രവുമല്ല, വീട് ഉള്ളിൽ നിന്നും പൂട്ടിയ നിലയിലുമായിരുന്നു. ആയതിനാൽ തന്നെ കൊലപാതകയ്ക്ക് വീടിൻ്റെ ഉള്ളിൽ നിന്നുള്ള ആരുടെയെങ്കിലും സഹായം കിട്ടിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ പോലീസിന് സംശയമുണ്ടായിരുന്നു. എന്നിരുന്നാൽ തന്നെയും ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം മൃതശരീരങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി അയച്ചു. ശവസംസ്കാരം നടക്കുന്നതിനിടയിൽ ഷബ്നം അലിയുടെ പെരുമാറ്റത്തിൽ പോലീസുകാർക്ക് ചില സംശയങ്ങളുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് അവർക്ക് ചോദ്യം ചെയ്യാൻ സാധിക്കില്ലായിരുന്നു. കാരണം നാട്ടുകാർക്കും ബന്ധുക്കൾക്കുമെല്ലാം അവൾ വളരെയധികം പ്രിയപ്പെട്ടവളായിരുന്നു. ഇംഗ്ലീഷിലും ജിയോഗ്രഫിയിലും ബിരുദാനന്തര ബിരുദം നേടിയിട്ടുണ്ട്. മാത്രവുമല്ല തൊട്ടടുത്ത പ്രൈമറി സ്കൂളിലെ അധ്യാപികയുമായിരുന്നു. ഷബ്നം അലി പഠിക്കുന്ന സമയത്തും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികളുടെ ഫീസ് അടച്ചും മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെട്ടും എല്ലാവർക്കും വളരെയധികം പ്രിയപ്പെട്ടവളായിരുന്നു. ഈ സമയത്തും പോലീസ് തെളിവുകൾ ശേഖരിക്കുകയായിരുന്നു. ഷബ്നം അലിയെ തുടക്കം മുതലേ പോലീസിന് സംശയമുണ്ടായിരുന്നു. അതിനാൽ തന്നെ അവളുടെ കോൾ ഹിസ്റ്ററി ആയിരുന്നു പോലീസ് ആദ്യമേ ചെക്ക് ചെയ്തത്. അതിൽ ആ കുറ്റകൃത്യം നടന്ന അന്നേ ദിവസം 50-ലധികം തവണ ഒരു നമ്പറിലേക്ക് കോളുകൾ പോയതായി പോലീസ് ശ്രദ്ധിച്ചു. ആ നമ്പറിനെ ചുറ്റിപ്പറ്റി നടന്ന അന്വേഷണത്തിൽ അത് ആ ഗ്രാമത്തിൽ തന്നെയുള്ള സലീം എന്ന് പറയുന്നൊരു യുവാവിൻ്റേതായിരുന്നു ആ നമ്പർ. തൻഫലമായി പോലീസ് സലീമിനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുകയും ചോദ്യം ചെയ്യുകയും ഉണ്ടായി. അതിൽ സലീം ആദ്യം മുതലേ പറഞ്ഞത് താൻ ഈ കുറ്റകൃത്യത്തിൽ ഒന്നും ചെയ്തിട്ടില്ല, തനിക്കൊന്നും അറിയില്ല എന്നായിരുന്നു ആദ്യം മുതലേ പറഞ്ഞത്. ആ സമയത്തായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നത്. അതിൽ പറയുന്നത് 7 കൊലപാതകങ്ങളിൽ 6 പേരുടെയും ശരീരത്തിൽ അമിതമായ അളവിലുള്ള ഉറക്കഗുളിക ഏറ്റിട്ടുണ്ട് എന്നും മരണകാരണമായി പറയപ്പെടുന്നത് കഴുത്തിൽ മൂർച്ചയേറിയ ആയുധം കൊണ്ടേറ്റ മുറിവാണ് എന്നാണ്. 7ാമത്തെ കൊലപാതകം 10 മാസം പ്രായമുള്ള ഒരു പിഞ്ചു കുഞ്ഞിൻ്റേതായിരുന്നു. അത് കഴുത്ത് ഞെരിച്ച നിലയിലായിരുന്നു ആ കൊലപാതകം നടന്നത്. അപ്പോൾ തന്നെ പോലീസിന് ഒരു കാര്യം വ്യക്തമായി, ആ കുടുംബത്തിൽ ആരുടെ ഒരു സാന്നിധ്യം ഈ കൊലപാതകങ്ങളിലെല്ലാം ഉണ്ടായിട്ടുണ്ട് എന്ന്. തൻഫലമായി ഷബ്നം അലിയെ ഒരു ചെറിയ എൻക്വയറി നടത്താനുണ്ട് എന്ന രീതിയിൽ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയും ചോദ്യം ചെയ്യുകയുമാണ് ഉണ്ടായത്. പഴുതടച്ചുള്ള ചോദ്യം ചെയ്യലിൽ ഷബ്നം അലി ഓരോന്നോരോന്നായി പോലീസിനോട് പറയാൻ തുടങ്ങി. സലീമുമായി താൻ ഏറെക്കാലമായി പ്രണയത്തിലാണ്. എന്നാൽ തൻ്റെ കുടുംബത്തിലുള്ളവർ ഈ പ്രണയത്തെ ഒരിക്കലും അംഗീകരിച്ചില്ല. കാരണം സലീം പഠാൻ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിലെ താഴ്ന്ന ജാതിക്കാരനാണ്. അതുമാത്രവുമല്ല, തൻ്റെ കുടുംബത്തിൻ്റെ അത്രയും സാമ്പത്തികമോ വിദ്യാഭ്യാസവുമായി ഒന്നുമില്ല. വളരെയധികം പിന്നോക്കമായി നിൽക്കുന്ന ഒരാളായിരുന്നു സലീം. ആയതിനാൽ തൻ്റെ കുടുംബത്തിൽ തൻ്റെ പിതാവോ സഹോദരങ്ങളോ ഒരിക്കലും ഈ വിവാഹത്തെ അംഗീകരിച്ചില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവർ രണ്ടുപേരും ആലോചിച്ചെടുത്ത തീരുമാനമായിരുന്നു ഷബ്നം അലിയുടെ കുടുംബത്തെ ഇല്ലാതാക്കുക എന്നത്. അതിനാൽ 2 ഗുണങ്ങളായിരുന്നു അവർക്കുണ്ടായിരുന്നത്. ഒന്ന്, ഈ സമ്പാദ്യം മുഴുവൻ അവരുടെ കയ്യിലേക്ക് വന്നു ചേരും. അതുമാത്രവുമല്ല, സലീം ഒത്തുള്ളൊരു ജീവിതവും ഉണ്ടാകും. അതിനു വേണ്ടിയിട്ടായിരുന്നു ഈ കൊലപാതകങ്ങൾ മുഴുവൻ അവർ നടത്തിയത്. അതിനായി അവർ കണ്ട ഒരു മാർഗമായിരുന്നു എല്ലാവർക്കും ഉറക്കഗുളികകൾ കൊടുക്കുക. ഇങ്ങനെ ഉറങ്ങി കൊടുക്കുന്ന എല്ലാവരെയും കൊലപ്പെടുത്തുക. ഈ ഉറക്കഗുളികകൾ മേടിക്കാൻ പോയത് സലീമായിരുന്നു. എന്നാൽ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഉറക്കഗുളികകൾ കിട്ടില്ലായിരുന്നു. അങ്ങനെ പല മെഡിക്കൽ സ്റ്റോറിൻ്റെയും ഫ്രണ്ടിൽ കൂടെ സലീം നടക്കുന്നത് പല ആളുകളും കണ്ടിരുന്നു. ഒരു വ്യാപാരിയുടെ സഹായത്തോടു കൂടിയാണ് സലീം ഉറക്കഗുളികൾ സംഘടിപ്പിച്ചത്. ഈ ഉറക്കഗുളികൾ ഷബ്നം അലിക്ക് കൈമാറുകയും ചെയ്തു. ഈ കൊലപാതകം നടന്ന അന്നേ ദിവസം, അതായത് ഏപ്രിൽ 14-ാം തീയതി,
എല്ലാവരും അത്താഴം കഴിഞ്ഞ് വീട്ടിലിരിക്കുന്ന സമയത്ത് ഷബ്നം അലി എല്ലാവർക്കും ഒരു ചായ ഉണ്ടാക്കി കൊടുത്തു. ആ ചായയിൽ അമിതമായ അളവിൽ ഉറക്കഗുളിക കലർത്തിയായിരുന്നു കൊടുത്തിരുന്നത്. ഈ ചായ കുടിച്ച് എല്ലാവർക്കും ഉറക്കം വരികയും എല്ലാവരും പെട്ടെന്ന് തന്നെ പോയി കിടന്നുറങ്ങുകയും ചെയ്തു. അതിനുശേഷം ഷബ്നം അലി സലീമിനെ ഫോൺ ചെയ്ത് വരുത്തുകയാണ് ഉണ്ടായത്. സലീം വരുമ്പോൾ സലീമിൻ്റെ കയ്യിൽ ഒരു മഴുവുണ്ടായിരുന്നു. അതിനുശേഷം സലീം എല്ലാവരെയും കഴുത്തു വെട്ടി കൊല്ലുകയാണ് ചെയ്തത്. അതിനുശേഷം രക്തം പുരണ്ട അവരുടെ രണ്ടുപേരുടെയും വസ്ത്രങ്ങൾ ആ വീട്ടിൽ ഉപേക്ഷിക്കുകയാണ് അവർ ചെയ്തത്. ആ മഴു സലീം ഒരു കുളത്തിലും ഉപേക്ഷിച്ചു. പിന്നീട് നടന്ന എൻക്വയറിയിൽ പോലീസ് അവരുടെ രണ്ടുപേരുടെയും രക്തം പുരണ്ട ആ വസ്ത്രങ്ങൾ ആ വീട്ടിൽ നിന്നും സലീം ആ കുളത്തിൽ ഉപേക്ഷിച്ച ആ ഒരു മഴു ആ കുളത്തിൽ നിന്നും പോലീസ് കണ്ടെടുത്തു. എല്ലാ തെളിവുകളോടും കൂടിയായിരുന്നു രണ്ടുപേരെയും പ്രതി ചേർത്തുകൊണ്ട് പോലീസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. കോടതി രണ്ടുപേരെയും ജയിലിലേക്ക് വിടുകയാണ് ഉണ്ടായത്. അങ്ങനെ ജയിലിലെത്തിയ ഷബ്നം അലിയുടെ പ്രാഥമികമായ മെഡിക്കൽ ചെക്കപ്പിനിടയിലാണ് അവൾ 7 ആഴ്ച പ്രഗ്നൻ്റ് ആണ് എന്ന കാര്യം എല്ലാവരും മനസ്സിലാക്കുന്നത്. ഷബ്നം അലിക്ക് പോലും അറിയില്ലായിരുന്നു താൻ പ്രഗ്നൻ്റ് ആണ് എന്ന കാര്യം. അങ്ങനെ ജയിലിൽ വെച്ച് അവൾക്കൊരു ആൺകുഞ്ഞ് ജനിച്ചു. പിന്നീട് 2010 അമ്രോഹ സെഷൻ കോർട്ടിൽ നിന്നും ആദ്യത്തെ വിധി വരുന്നത്. അത് രണ്ടുപേർക്കും വധശിക്ഷ നൽകിക്കൊണ്ടായിരുന്നു. ആ ശിക്ഷാവിധി കേട്ട് രണ്ടുപേരും ശരിക്കും ഞെട്ടിപ്പോയി. കാരണം അവരൊരിക്കലും പ്രതീക്ഷിച്ചില്ല അങ്ങനൊരു വിധി വരും എന്ന്. അതിനുശേഷം അലഹബാദ് ഹൈക്കോടതിയിലേക്ക് അവർ വീണ്ടും റിവ്യൂ ഹർജിക്ക് വേണ്ടി കൊടുത്തു. ആ ഹർജിയും ശരിവെക്കുകയാണ്, അതായത് അവരുടെ വധശിക്ഷ ശരിവെക്കുകയാണ് അതിലും ചെയ്തത്. പിന്നീട് സുപ്രീം കോടതിയിലേക്ക് പോയി. അവിടെയും സെയിം അവസ്ഥ തന്നെയായിരുന്നു. അതിനുശേഷം രാഷ്ട്രപതിക്ക് രണ്ടുപേരും ദയാഹർജി നൽകി. പക്ഷെ ആ ദയാഹർജിയും രാഷ്ട്രപതി തള്ളി. ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഷബ്നം അലിയുടെ കുട്ടിക്ക് 6 വയസ്സാകുന്നത്. നമ്മുടെ നാട്ടിലെ നിയമപ്രകാരം ഒരു കുട്ടി ജയിലിൽ വെച്ച് ജനിക്കുകയാണെങ്കിൽ 6 വയസ്സ് വരെ അമ്മയോടൊപ്പം തുടരാം. അതിനുശേഷം അമ്മയുടെയോ അച്ഛൻ്റെയോ ഏതെങ്കിലും ബന്ധുക്കൾക്ക് ആ കുട്ടിയെ ദത്തെടുക്കാം. പക്ഷേ ഇവിടെ ഷബ്നം അലിയുടെ മാതാപിതാക്കൾ മുഴുവൻ മരിച്ചു, അല്ലെങ്കിൽ അവളുടെ കുടുംബത്തിൽ ആരുമില്ല. പക്ഷേ സലീമിൻ്റെ കുടുംബത്തിൽ നിന്ന് ആരും തന്നെ ആ കുട്ടിയെ ദത്തെടുക്കാൻ വന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു യുവാവ് ഈ കുട്ടിയെ ദത്തെടുക്കാം എന്ന് പറഞ്ഞ് മുമ്പോട്ട് വരുന്നത്. ആ യുവാവിൻ്റെ പേര് ഉസ്മാൻ സൈഫി എന്നായിരുന്നു. ആരായിരുന്നു ഉസ്മാൻ സൈഫി? ഷബ്നം അലി പഠിക്കുന്ന സമയത്ത് ഷബ്നം അലിയുടെ ജൂനിയർ ആയിരുന്നു ഉസ്മാൻ സൈഫി. ഇവർ തമ്മിലുള്ള ബന്ധം, ഇവർ തമ്മിൽ സഹോദരങ്ങളെ പോലെ വളരെ ഗാഢമായൊരു ബന്ധമായിരുന്നു. കാരണം ഉസ്മാൻ സൈഫി വളരെയധികം സാമ്പത്തികം കുറഞ്ഞൊരു വീട്ടിൽ നിന്നുമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പഠിക്കുവാൻ സാമ്പത്തികം ഒട്ടും തന്നെ ഇല്ലായിരുന്നു. അങ്ങനെ വിദ്യാഭ്യാസം മുടങ്ങുന്നു എന്നൊരു സാഹചര്യത്തിൽ ഷബ്നം അലി ആയിരുന്നു ഉസ്മാൻ സൈഫിക്ക് സാമ്പത്തികം നൽകി അദ്ദേഹത്തെ സഹായിച്ചത്. അങ്ങനെയായിരുന്നു അദ്ദേഹത്തിന് വിദ്യാഭ്യാസം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത്. പിന്നീട് അദ്ദേഹം ഒരു ജേർണലിസ്റ്റായി നല്ല നിലയിൽ തന്നെ എത്തി. ആ സമയത്താണ് അദ്ദേഹം ഈ കുട്ടിയെ ദത്തെടുക്കാമെന്ന് പറഞ്ഞ് മുമ്പോട്ട് വന്നത്. അപ്പോഴും അദ്ദേഹം അതിനൊരു കാരണം കൂടെ പറഞ്ഞിരുന്നു. കാരണം ഷബ്നം അലി ഉള്ളതുകൊണ്ട് മാത്രമാണ് എനിക്ക് പഠിക്കുവാൻ സാധിച്ചത്, ഈ നിലയിലെത്താൻ സാധിച്ചത്. ഇങ്ങനെയെങ്കിലും എനിക്ക് ഷബ്നം അലിയോട് ആ കടപ്പാട് കാണിക്കാൻ സാധിക്കുമല്ലോ എന്ന് പറഞ്ഞായിരുന്നു ഉസ്മാൻ സൈഫിയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും വളരെയധികം സന്തോഷത്തോടുകൂടി ഷബ്നം അലിയുടെ കുട്ടിയെ ദത്തെടുക്കാൻ വന്നത്. അവർ രണ്ടുപേരും സ്വന്തം മകനായി തന്നെയാണ് ആ കുട്ടിയെ വളർത്തിയത്. ഇപ്പോഴും അവർ രണ്ടുപേരുടെയും മകനായി തന്നെയാണ് ആ കുട്ടി വളരുന്നത്. ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് 2021 സുപ്രീം കോടതിയിൽ വീണ്ടും ഈ കേസിനെ ഇവർ രണ്ടുപേരും, അതായത് ഷബ്നം അലിയും സലീമും കൂടെ വീണ്ടും റിവ്യൂ ഹർജിക്ക് വേണ്ടി നൽകിയത്. പക്ഷേ അവിടെയും നിരാശയായിരുന്നു ഫലം. കാരണം സുപ്രീം കോടതി വീണ്ടും ആ കേസ് വധശിക്ഷയ്ക്ക് തന്നെയാണ് വിധിച്ചത്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഷബ്നം അലിയുടെ മകൻ രാഷ്ട്രപതിക്കൊരു നിവേദനം എഴുതുന്നത്. അതൊരു സ്ലേറ്റിൽ എഴുതിയ രൂപത്തിലായിരുന്നു. അതിൽ ഇങ്ങനെയാണ് പറയുന്നത്: പ്രിയപ്പെട്ട രാഷ്ട്രപതി അങ്കിൾ അറിയാൻ വേണ്ടി ഷബ്നം അലിയുടെ മകൻ എഴുതുന്നു. എൻ്റെ അമ്മ ചെയ്തത് തെറ്റാണ് എന്ന് എനിക്കറിയാം. എങ്കിലും എന്നെ ഓർത്ത് ഈ വധശിക്ഷയിൽ നിന്നും എൻ്റെ അമ്മയെ ഒഴിവാക്കാൻ പറ്റുമോ? പക്ഷേ അവിടെയും നിരാശയായിരുന്നു. കാരണം രാഷ്ട്രപതി ആ നിവേദനവും തള്ളി. അവൾ അങ്ങനെ വളരെയധികം ദുഃഖിതയായിരിക്കുന്ന സമയത്ത് തൻ്റെ മകന് ഒരു കത്തെഴുതി. ആ കത്ത് വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടു. ആ കത്തിൽ ഇങ്ങനെയായിരുന്നു പറഞ്ഞത്: എൻ്റെ മകൻ നന്നായി പഠിക്കണം, ഈ നാട്ടിൽ നിന്നും മറ്റൊരു നാട്ടിലേക്ക് മാറി താമസിക്കണം. അതുമാത്രവുമല്ല, എൻ്റെ ഗ്രാമത്തിൽ പോകുവാൻ ഒരിക്കലും നീ തയ്യാറാവരുത്. അതുമാത്രവുമല്ല, ഞാൻ ചെയ്ത തെറ്റെന്താണ് എന്നറിയാൻ മകൻ ഒരിക്കലും ശ്രമിക്കരുത്. നന്നായി പഠിക്കണം, നല്ല കുട്ടിയായി വളരണം. ഇതായിരുന്നു ഷബ്നം അലി ആ കത്തിൽ എഴുതിയിരുന്നത്. ഷബ്നം അലി 6 വയസ്സ് വരെ ആ കുട്ടിയെ ആ ജയിലിൽ നിന്നും നന്നായി പഠിപ്പിച്ചു. അതുമാത്രവുമല്ല, ആ ജയിലിൽ മറ്റു കുട്ടികളും ഉണ്ടായിരുന്നു. ആ കുട്ടികളെയും തൻ്റെ മകനോടൊപ്പം ഷബ്നം അലി നന്നായി പഠിപ്പിച്ചു. നിർഭയ വധക്കേസിലെ പ്രതികളെ തൂക്കിക്കൊന്ന പവൻ ജലാലിന് തന്നെയായിരുന്നു ഷബ്നം അലിയെയും തൂക്കിക്കൊല്ലുവാനുള്ള ഉത്തരവ് ലഭിച്ചത്. ഉത്തർപ്രദേശിലെ ഔദ്യോഗികമായ ആരാച്ചാരാണ് പവൻ ജലാൽ. അങ്ങനെ അദ്ദേഹം ആ ജയിൽ വളപ്പിലെത്തി. ആ തൂക്കുമരം പരിശോധിച്ചു.
ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണിത ഏകദേശം 150-ലധികം വർഷം പഴക്കമുള്ള തൂക്കുമരമായിരുന്നു അത്. ആയതിനാൽ തന്നെ അതിന് പലവിധമായ അറ്റകുറ്റപ്പണികളുണ്ടായിരുന്നു. അങ്ങനെ ജയിൽ അധികൃതരോട് പവൻ ജലാൽ എന്തൊക്കെയാണ് അതിന് മാറ്റം വരുത്തേണ്ടത് എന്ന് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകി അദ്ദേഹം മടങ്ങി. എന്നാൽ ഇന്നും പലവിധമായ സാങ്കേതിക കാരണത്താൽ ഇവരുടെ രണ്ടുപേരുടെയും വധശിക്ഷ നടപ്പിലാകാതെ ഇവർ രണ്ടുപേരും ഇന്ന് ജയിലിൽ തുടരുകയാണ്. ഈ കേസിൻ്റെ വിധി കോടതി വളരെയധികം രൂക്ഷമായ ഭാഷയിലാണ് പ്രസ്താവിച്ചത്. കോടതി നിരീക്ഷിച്ചത് സ്വന്തം അമ്മയെയും അച്ഛനെയും സഹോദരങ്ങളെ അടക്കം ആ വീട്ടിലെ 10 മാസം പ്രായമുള്ള ഒരു പിഞ്ചു കുഞ്ഞിനെ അടക്കം നിർദ്ധയം വധിക്കുക, അതും തൻ്റെ പ്രണയത്തിന് വേണ്ടി. ഈ കൊലപാതകം ചെയ്തതോ നല്ല വിദ്യാഭ്യാസമുള്ള അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസമുള്ള ഒരു ടീച്ചർ. ആയതിനാൽ തന്നെ പ്രതികൾക്ക് തക്കതായ ശിക്ഷ ലഭിക്കണം എന്നായിരുന്നു കോടതി പറഞ്ഞത്. ഒന്ന് ഓർത്തു നോക്കുക, ഡബിൾ PG ആയിരുന്നു ഷബ്നം അലിക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ വിദ്യാഭ്യാസം എന്നത് എന്താണ് അർത്ഥമാക്കുന്നത്? ഈ വിദ്യാഭ്യാസം നമ്മൾ എന്തിനാണ് നേടുന്നത്? ഇവർക്ക് രണ്ടുപേർക്കും ജീവിക്കാൻ മറ്റെന്തൊക്കെ മാർഗങ്ങളുണ്ടായിരുന്നു എന്നതായിരുന്നു കോടതി ചോദിച്ചത്. ഞാൻ നിങ്ങളോടും ചോദിക്കുകയാണ്, ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ നമ്മുടെ നാട്ടിൽ വളരെയധികം വർദ്ധിച്ചു വരികയാണ്. വിദ്യാഭ്യാസം എന്നത് നമ്മൾ എന്താണ് അർത്ഥമാക്കുന്നത്? മറ്റൊരു വീഡിയോയിൽ മറ്റൊരു സംഭവമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.